വാണിജ്യ നിർമ്മാണങ്ങളിൽ ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനം നീക്കാൻ സർക്കാർ തയ്യാറാക്കാത്തത് ജനവഞ്ചനയാണെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്. അനധികൃത നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്താനുള്ള തീരുമാനം ചട്ടവിരുദ്ധമായി നിർമ്മിച്ച CPM ഓഫീസുകൾ സംരക്ഷിക്കാനുള്ള തന്ത്രം മാത്രമാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചട്ടഭേദഗതി ബിൽ എന്നാൽ അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ബാധകമാക്കണ്ടേ? അവിടെയും 64-ലാണല്ലോ ഭൂതിചട്ടം അനുസരിച്ചാണല്ലോ പട്ടയം കൊടുത്തിട്ടുള്ളത്. അപ്പം അതില്ലാതെ ഈ ജില്ലക്കാരോട് മാത്രം കാണിക്കുന്ന കടുത്ത അനീതിയാണ്. അത് പരിഹരിക്കുന്നില്ല. ഇത് പരിഹരിച്ചു എന്ന് ഇടതുപക്ഷക്കാർ പാർട്ടി നേതാക്കന്മാരൊക്കെ പറയുമ്പോഴും ഈ ആശങ്ക ഒഴിയുന്നില്ല, ഇതിന് തീരുമാനമാവുന്നില്ല. അമിതമായ പണം ഈടാക്കാൻ പാർട്ടിക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും പണം പിരിയാനുള്ള ഒരു അവസരമായി ഈ ചട്ടഭേദഗതി ഞങ്ങൾ കാണുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. CPMന്റെ അനധികൃതമായി നിർമ്മിച്ച ശാന്തമ്പാറയിലെ പാർട്ടി ഓഫീസും ഇടുക്കിയിലെ പാർട്ടി ഓഫീസും അടിമാലിയിലെ പാർട്ടി ഓഫീസും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സർക്കാർ പറയുന്നു പൊതുസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒഴിവാക്കുന്നതോടൊപ്പം പാർട്ടി ഓഫീസുകളെ ഒഴിവാക്കി ഹൈക്കോടതി ഉത്തരവിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉത്തരവിലൂടെ അതിനെ മറികടക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്.